ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. എന്താ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും ഇപ്പോഴല്ല, രാത്രിയാണ് കേട്ടോ. പക്ഷേ ആഘോഷം പറയാനുള്ള ആഘോഷങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ ആഘോഷിക്കണമൊന്നുമില്ല. അപ്പോൾ ആരുടെ ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പൂൻ്റെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ തീരെ വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്, ബർത്ത്ഡേ ദിവസം തന്നെ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കോഴി ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലത്തെ കോഴി തന്നെയാണ്, ആളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ചേലക്കോട്ടേക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ബസ് കയറുക. അപ്പോൾ ഞാനും അപ്പു മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ട് അവനെ അങ്ങോട്ട് ബസ് കയറ്റി വിട്ടതിന് ശേഷം വേണം ഞങ്ങൾക്ക് ചേലക്കരയ്ക്ക് പോകാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഇന്നലെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കേക്ക് പോയിട്ട് വാങ്ങിക്കിട്ടോ എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ തീരെ വയ്യ കേട്ടോ, പനിയും വയറുവേദന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തീരെ വയ്യ. അപ്പോൾ മെയിനായിട്ടും അവനെ കാണിക്കണം, അതാണ് മെയിൻ കാര്യം. എന്താണെന്ന് വെച്ചാൽ അവന് ബർത്ത്ഡേ ആയിട്ട് പോലും അവന് വയ്യ കേട്ടോ തീരെ, കുറേ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ 2-3 ട്രിപ്പ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചെങ്കിലും ഒരു ഭേദമൊന്നും കാണാനില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, ആളുടെ മുഖത്ത് അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വയ്യ അവന്. അങ്ങനെ ഞങ്ങൾ ചേലക്കോട് സെൻറ്ററിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ബസ് കയറുന്നിടത്തേക്ക്. അപ്പോൾ അങ്ങനെ അവിടേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എന്നാണെങ്കിലും പൊട്ടിത്തെറിച്ച വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ബസ്സൊക്കെ കാത്ത് പോസ്റ്റായിട്ട് ചേലക്കോട് കുറച്ച് നേരം നിന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി. സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുഖാരിക്കുന്ന് ഹോസ്പിറ്റലിലെത്തി, അവനെ കാണിച്ചു. അവൻ്റെ വീട്ടിലേക്ക് ബസ് കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾ ചേലക്കരയ്ക്ക് ഇങ്ങോട്ട് നടന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ചു. ഈ ഒരു കേക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്ലാക്കും വൈറ്റും ഒക്കെ ഉള്ളത്, അത് വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചേലക്കരയിൽ നിന്ന് ചേലക്കരയിൽ നിന്നല്ല, ആ ബേക്കറിയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒടുക്കാത്ത വെയിലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞങ്ങൾ പുറത്തിറങ്ങേണ്ട ദിവസം അന്ന് ഒടുക്കാത്ത വെയിലുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മമ്മ മര്യാദയ്ക്ക് പറഞ്ഞു കേട്ടോ, കുട എടുത്തോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങണ സമയത്ത് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല, വെയിലൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടയൊന്നും വേണ്ട, അതിനുള്ള വെയിലൊന്നും ഇല്ല പറഞ്ഞിട്ട് എടുക്കാതെ പോന്നു. ഇപ്പോൾ തോന്നി എടുത്താൽ മതിയായിരുന്നു തോന്നി കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നുള്ളൂ. അപ്പത്തിന് ബസ് വന്നു. ബസ് അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല കേട്ടോ നമ്മളെ, പെട്ടെന്ന് തന്നെ ബസ് വരും. അങ്ങനെ ബസ്സൊക്കെ കയറി ഞങ്ങളിതാ വീണ്ടും ചേലക്കോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ വീഡിയോ തന്നെ ഉള്ളൂ എന്ന്. അതെന്നല്ല, പിന്നാലെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ചേലക്കോട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഐസ്ക്രീമും ഐസൊക്കെ വാങ്ങിച്ചു കേട്ടോ, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ചേലക്കരയിൽ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞത് ഇവിടെ എത്തുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിക്കാതെ ഇരുന്ന് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചു. ഇവിടെ നിന്നാണ് കുറച്ച് ദൂരമല്ലേ നടക്കാനുള്ളൂ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും കുട്ടികൾ സമ്മതിക്കില്ല കേട്ടോ. അവർ ഐസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചാടി വീഴും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കലും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്താ പറയുക, അമ്മുവാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്ന ആൾ. അപ്പോൾ അപ്പൂനെ നേരത്തെ പറഞ്ഞു വിട്ട കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ വെയിലിനൊന്നും യാതൊരു കുറവുമില്ല കേട്ടോ. നല്ല പോലെ വെയിലുണ്ടായിരുന്നു. വെയിൽ കൊണ്ട് കരിഞ്ഞുണങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ ലാസ്റ്റ് വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിറണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചും തുമ്പി ഞങ്ങൾ പോയപ്പോൾ ഫുഡ് കഴിക്കുമായിരുന്നു. ഞങ്ങളെ കണ്ട വഴിക്ക് അവർ ചോറ് കഴിക്കലൊക്കെ നിർത്തി. എന്താ പാപ്പ കൊണ്ടുവന്ന് നടക്കണമെന്ന് ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി കേട്ടോ, എന്താ പറയുക, യുദ്ധം. അപ്പോൾ ഇവർ രണ്ടുപേരെ കൊണ്ടുപോയിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു ചെറിയ വിഷമം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ ഐസുകളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, അവരെ കാണിക്കാതെ. പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടല്ലോ, അതും ഇപ്പോഴല്ല, രാത്രിയാണ് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതും എടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. വൈകുന്നേരത്ത് വലിയമ്മ വലിയച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയമ്മ കഴിഞ്ഞ ദിവസം അവർ ഹോസ്പിറ്റലിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടായിരുന്നു, വാഗമൺ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന ചോക്ലേറ്റുകളാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ കേട്ടോ ഇരുന്നിട്ട്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. കാരണം അതിൻ്റെ മുന്നേ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. വല്യമ്മേനെ വന്നപ്പോൾ 6:30 6:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അധികമൊന്നും ആയിട്ടില്ല, 7 മണി 7:30 ആ ഒരു ടൈമൊക്കെ ആവണേ ഉള്ളൂ.
അപ്പോൾ അമ്മമ്മ ഉണ്ട് ഏട്ടനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ ഒറ്റപ്പാലല്ല, എന്താ പറയുക, ഞാൻ കുറേ നേരത്തെ വിളിച്ചപ്പോൾ ഒറ്റപ്പാലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്താറായിട്ടുണ്ടാകും. അപ്പോൾ ഞാനും ഉമ്മറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കാണുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം ഉമ്മറത്ത് വന്നിരിക്കുന്നുണ്ട്. അമ്മമ്മ എഴുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്താ അവനെ എന്താ കാണാത്ത പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക പുറത്തേക്ക് പോവുക കേട്ടോ. റോഡിൻ്റെ അവിടേക്ക് പോയി നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്, റോഡിൻ്റെ അവിടേക്ക് പോയി നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണാനില്ല എന്ന് കണ്ടപ്പോൾ അമ്മമ്മ ഇങ്ങോട്ട് കയറി പോന്നു കേട്ടോ. അമ്മമ്മ കയറി പോകുന്നതിൻ്റെ പിന്നാലെ ഏട്ടനും കയറി വന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഏട്ടൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അതാണ് കേട്ടോ ഇത്രയും നേരം വൈകിട്ട് വരുന്നത്. അപ്പോൾ ഏട്ടനെ കണ്ടപ്പോൾ കിച്ചും തുമ്പിയൊക്കെ ഉമ്മറത്തേക്ക് ഓടി വന്നു കേട്ടോ, വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ. അങ്ങനെ ഏട്ടൻ വന്നു, ഏട്ടനും കൂടി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിക്കും തിരക്കിൻ്റെ ഇടയിൽ കൂടെ. ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ച് വിടുമ്പോൾ തന്നെ അന്ന് എൻ്റെ കിച്ചും തുമ്പി ഓരോ പൊട്ടെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വല്യമ്മ കേക്ക് കഴിക്കണില്ല കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, വല്യമ്മയ്ക്ക് കുറച്ച് ഷുഗറൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അത് കാരണം വല്യമ്മ മധുരം എന്ന് പറഞ്ഞ സാധനം കൈകൊണ്ട് തൊടില്ല കേട്ടോ. ചായയിലടക്കം മധുരം ഇടില്ല, അങ്ങനത്തെ ആളാണ് കേക്ക് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ എന്താ പറയുക, കേക്ക് കട്ടിങ്ങും കഴിക്കലും ഞങ്ങൾ ഓരോ ട്രിപ്പ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ ഈ ഒരു കേക്ക് കഴിച്ചിട്ടില്ല. ഒരു പാലിൻ്റെ ഒക്കെ ഒരു ചുവ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനാണ് കേട്ടോ എല്ലാവർക്കും മുറിച്ച് കൊടുക്കുന്ന ആൾ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കിച്ചുവിനാണെങ്കിൽ എത്ര കേക്ക് കിട്ടിയാലും മതിയാവുകയില്ല കേട്ടോ. ഈ കേക്ക് അങ്ങനെ കൊടുത്ത് നോക്കി നോക്കുക, അവൻ അങ്ങനെ ഇരുന്ന് കഴിക്കും. അത്ര ഇഷ്ടമാണ് കേട്ടോ കേക്കിനോട്. അങ്ങനെ അവനും കുറേ കേക്കൊക്കെ കഴിച്ച് അങ്ങനെ മട്ടിച്ചു കേട്ടോ ലാസ്റ്റ് കേക്കൊക്കെ. അങ്ങനെ അപ്പൂന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെറുതെ വീഡിയോ എടുത്തുതന്നെ ഉള്ളൂ, വലിയ ആർഭാടമൊന്നുമല്ല, കുഞ്ഞൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾ. അതും കഴിക്കാനുള്ള സാധനം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവരൊക്കെ വരട്ടെ എന്ന് വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു. പിന്നെ കേക്ക് കട്ടിയതിന് ശേഷമാണല്ലോ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇനി എന്തായാലും ചോറ് അധികം ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം വയറൊക്കെ ഫുള്ളായി. കേക്ക് കഴിച്ചിട്ട് തന്നെ വയറ് ഫുള്ളാവുമല്ലോ. ഒരു മധുരം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെ മട്ടിക്കുമല്ലോ, നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ലല്ലോ. അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചു ആണെങ്കിലും തുമ്പി പിന്നെ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ച് ഇരിക്കുക കാരണം കൊണ്ട് തന്നെ എന്താ പറയുക, അവൾക്ക് വലിയ കുഴപ്പമില്ല. കേക്ക് കഴിച്ചാലും ഇനിയിപ്പോൾ കിടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവനാണോ ഒന്നും കഴിക്കാത്ത ആൾ, ഇവൻ വെറും കേക്ക് കഴിച്ചും കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മുടെ കേക്ക് കട്ടിങ്ങും ബർത്ത്ഡേ ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വലിയ ആഘോഷമൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, അത്ര തന്നെ ഉള്ളൂ നമ്മുടെ വീട്ടിലത്തെ ആഘോഷം എന്ന് പറയുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്താ വലിയ ആർഭാടമായിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മുടെ തുമ്പിയുടെ ഒക്കെ ബർത്ത്ഡേ ആണ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കിച്ചുവിൻ്റെ പോലും കഴിക്കാൻ പറ്റിയില്ല. കിച്ചുവിൻ്റെ ഒക്കെ ബർത്ത്ഡേയുടെ സമയം കൊറോണ ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. ലോക്ക്ഡൗണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേ ഒന്നും കഴിക്കാൻ തന്നെ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വേറെ വഴി കൂടെയൊക്കെ പോയിട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാനല്ല ഉണ്ടാക്കിയത്. ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊക്കെ പറയാം, എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാനാട്ടോ പിന്നെ എല്ലായിടത്തും കുക്ക്. ഇവിടെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ അവിടെ ചളവറാണെന്നുണ്ടെങ്കിലും ഫുഡ് എൻ്റെ വകയായിരിക്കും കേട്ടോ. അത് ഞാൻ കയ്യേറിയതാണ്, അത് എൻ്റെ വകയായിരിക്കും, അത് ഞാൻ തന്നെ വെക്കുന്നത് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ.
എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ സാധാരണക്കാരുടെ ഒരു ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.